എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th സ്പർശ് എന്ന ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്ററായ നയി ഇലാക്കെ മേ എന്നുള്ള കവിതയാണ്. അതിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കേൾക്കുക. ഇതതിൻ്റെ നോട്ട്സാണ്. ഓക്കെ, നോക്കാം. നയേ ബസ്തി ഇലാക്കെ മേ കവി രാസ്ത ക്യൂം ഭൂൽ ജാത്താ ഹെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നയേ ബസ്തി ഇലാക്കെ മേ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു. ഈ ലോകത്തിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്. ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് കവി പറയുന്നത് എന്താണ്? ആൾക്കാർ തമ്മിൽ കവി എവിടെയൊക്കെയോ എന്തൊക്കെയോ കണ്ടുവച്ചിരിക്കുന്നത്, ഒരു ലാൻഡ്മാർക്ക് കണ്ടുവച്ചിരിക്കുന്നതൊന്നും കാണുന്നില്ല എന്നാണ്. അത്രയ്ക്കും തീവ്രമായ വേഗത്തിലാണ് ലോകത്തിൽ വികസനങ്ങൾ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചാണ് കവി പറയുന്നത്. അപ്പോൾ മനുഷ്യർ അത്രം എന്തെങ്കിലും ഉണ്ടാക്കുന്നതും കണ്ടുപിടിക്കുന്നതിനൊക്കെ തിരക്കായത് കാരണം പരസ്പരം തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നോക്കാം. നയി ബസ്തി ഇലാക്കമേ കവി രാസ്ത ക്യൂം ഭൂൽ ജാത്താ ഹെ. പുതിയ വഴികളിൽ കവി എന്തുകൊണ്ടാണ് കണ്ടുവച്ചിരിക്കുന്ന വഴികളെല്ലാം മറന്നു പോകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നയേ ബസ്തി ഇലാക്കമേ കവി രാസ്ത ഇസ്ലിയെ ഭൂൽ ജാത്താ ഹെ कि यहाँ हर पल नया निर्माण होता रहता है. अपने ठिकाने पर जाने के लिए जो निशानियाँ याद कर रखी थी वे सब जल्दी ही मिट जाती है. കവി എന്താ പറയുന്നത്? നയേ ബസ്തി ഇലാക്കമേ അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്ന പുതിയ വഴികളിൽ, അദ്ദേഹത്തിന് പോകേണ്ട വഴികളിൽ മറക്കാൻ കാരണം യഹാ ഹർപ്പൽ നയ നിർമ്മാണം. ഇവിടെ ഹർപ്പൽ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും അല്ലെങ്കിൽ ഓരോ നിമിഷവും നയ നിർമ്മാണം, പുതിയ നിർമ്മാണങ്ങൾ ഹോത്താരത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പനെ ടിക്കാനെ പർ ജാനെ കേലി. എവിടെയാണ് ടിക്കാന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ പോകേണ്ട സ്ഥലത്ത് ജാനെ കേലിയെ ജോ നിശാനിയാം, എന്തെല്ലാം നിശാനി എന്ന് പറഞ്ഞാൽ ലാൻഡ്മാർക്സ്, അടയാളങ്ങൾ, യാദ് കറക്കീതി ഓർത്ത് വെച്ചിരുന്നത്, വേ സബ് ജൽദി ഹി മിറ്റ് ജാത്തി ഹെ, അതെല്ലാം പെട്ടെന്ന് മിഡ്ജാന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പോകാനുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ലാൻഡ്മാർക്ക് കണ്ടുവച്ചിട്ടുണ്ടാവും, പക്ഷേ പിന്നീട് ചെല്ലുമ്പോൾ അതൊന്നും കാണില്ല. ഒന്നില്ലെങ്കിൽ അത് നശിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അതാണ് കവിയോട് ഉദ്ദേശിക്കുന്നത്. കവിത മേ കോൺ കോൺ സി പുരാനി നിശാനോ കാ ഉല്ലേഖ് കിയാ ഹെ. കവിതയിലെ എന്തെല്ലാം പഴയ അടയാളങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പീപ്പൽ കാ പേട്, എന്തൊക്കെയാണ്? പീപ്പൽ കാ പേട് ആൽമരം, ടഹാ ഹുവാ ഘർ പൊട്ടിയ വീട്, ജമീൻ കാ കാലി ടുക്കട എന്താണ്? കാലിയായി കിടക്കുന്ന ഒരു സ്ഥലം, ബിന രംഗ് വാലെ ലോഹയ്ക്ക് ഫാടക് വാലെ ഇക് മൻസില മക്കാൻ, അത് പെയിൻ്റ് അടിക്കാതെ, അതായത് കളർ ചെയ്യാത്ത ഇരുമ്പിൻ്റെ ഒറ്റ നില വീട്. നെക്സ്റ്റ് എന്താണ്? കവി എക് ബാർ പീച്ചെ യാ ദോ ഘർ ആകെ ക്യോൻ ചൽ ജാത്താ ഹെ. അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു വീട് പുറകിലേക്ക് അല്ലെങ്കിൽ രണ്ട് വീട് മുന്നിലേക്ക് നടന്നു പോകാനുള്ള കാരണം? കവി അപ്പനെ ഘർ തക് പहुंचाने वाली निशानियों को ढूंढता है. അദ്ദേഹം തനിക്ക് പോകേണ്ട ആ സ്ഥലത്തിൽ അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്ന അടയാളങ്ങളെല്ലാം തിരയുന്നു. ലേക്കിൻ വാസബ് മിറ്റ് ചുക്കിയെ, പക്ഷെ അതൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല. മിറ്റ് ചുക്കാന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോവുക. ഉസ്നെ എക് മൻസിലെ മക്കാൻ കി നിശാനി യാദ് കർ റക്കീതി. അദ്ദേഹം ഒരു ഒറ്റ നില കെട്ടിടത്തിലാണ് അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത്. അദ്ദേഹം അടയാളമായി കണ്ടുവച്ചിരുന്നതും അതായിരുന്നു. ജിസ്പർ ബിന രംഗ് വാലെ ലോഹേക്ക ഫാടക്. അതെന്താണ്? അതിനൊരു ലാൻഡ്മാർക്കായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്? കളർ അടിക്കാത്ത ഇരുമ്പിൻ്റെ ഒരു ഗേറ്റ്. ലേക്കിൻ അബ് വഹ് മക്കാൻ വഹാ നഹി ഹെ. പക്ഷെ ആ കെട്ടിടം ഇപ്പോൾ അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ഇസി കാരൻ വ ആകെയ പീച്ചെ ചലാകയ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നതുകൊണ്ട് ഒന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു വീടും പിന്നോട്ടോ അല്ലെങ്കിൽ രണ്ട് വീടും മുന്നോട്ടോ ഇങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കും, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. വസന്ത് നെക്സ്റ്റ് എന്താണ്? വസന്ത് കാ ഗയ പതജട ഓർ ബൈസാഖ് കാ ഗയ ബാദോ കോ ലൗട്ടാ സെ ക്യാ അഭിപ്രായം? ക്ലൈമറ്റ് വസന്തം പോയിട്ട് പെട്ടെന്ന് പതജട വന്നു, അതുപോലെ തന്നെ ബൈസാഖ് പോയിട്ട് ബാദ് വന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇസ്കാ മത്ലബ് ഹേ ഏകായക് മോസം കാ പരിവർത്തന ഹോന. എന്താ പറയുന്നത്? പെട്ടെന്നുള്ള, ഏകായക് എന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്നുള്ള മോസം ക്ലൈമറ്റിൻ്റെ പരിവർത്തനം, ചേഞ്ചസ് കൊണ്ടാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. ജാനയ്ക്ക് സമയം ഓർ ലൗട്ട്നയ്ക്ക് സമയം അത്ഭുത പരിവർത്തന ഹോന. പോകുന്നതും അതുപോലെ തന്നെ വരുന്നതും എങ്ങനെയാണ്? പെട്ടെന്നായിരിക്കും. അതിൻ്റെ അത്ഭുതമായ പരിവർത്തനത്തെ, ചേഞ്ചസിനെയാണ് അദ്ദേഹം ഈ കവിതയിലൂടെ പറയുന്നത്, ആ ലൈൻസിലൂടെ നമ്മളോട് പറയുന്നത്. ബൈസാഖ ഗയ ബാദോങ്ക ലൗട്ടാക്ക അഭിപ്രായ കുച്ച് ഹി സമയമേ ഏകായക് പരിവർത്തനം ഹോ ജാന. പെട്ടെന്ന് ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കവി ने इस कविता में समय की कमी की और क्या इशारा किया है? അദ്ദേഹം
ഈ കവിതയിൽ സമയം വളരെ കുറവാണ്. കമ്മി എന്ന് പറഞ്ഞാൽ കുറവാണെന്ന് പറയാനുള്ള കാര്യം എന്താണ് ആൻസർ? कवि ने समय की कमी की ओर इशारा किया है क्योंकि उसने अपना काफ़ी समय अपने घर को ढूंढने में बर्बाद किया. അദ്ദേഹം എന്താണ് സമയം വളരെ കുറവാണെന്ന് പറയാൻ അദ്ദേഹം തൻ്റെ വീട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സമയം കളഞ്ഞു. ढूंढने में बर्बाद किया. दुनिया में लोग हरदम कुछ न कुछ करने और बनाने में लगे हुए हैं. ലോകത്തിൽ എപ്പോഴും ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ള തിരക്കിലാണ്. സമയക്ക് ഈ സ്വഭാവമൊക്കെ കാരണം അപ്പോൾ മനുഷ്യർക്ക് അവരുടെ കയ്യിൽ സമയമില്ല. അവർ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്, എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കിസിക്ക് സാത്ത് ആത്മീയ സംബന്ധം നഹി രഖ് സക്ത. ആർക്കും ആരോടും തമ്മിൽ ഒരു ആത്മീയമായ ബന്ധമില്ല. തമ്മിൽ ചിലപ്പോൾ കണ്ടാൽ പരിചയം വരെ ഇല്ലാത്തത്ര മാറ്റം വന്നു, അല്ലെങ്കിൽ സമയമില്ല എന്നാണ് ലേഖനോട് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് കവിതാമേ കവിനെ ഷഹരോങ്കി കിസ് വിഡംബനാക്കി ഓർ സങ്കേത് കിയാ ഹെ. ഷഹരോങ്കി വിഡംബന എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ കവിതയിൽ? इस कविता में कवि ने शहरों की निरंतर गतिशीलता और निर्माण संबंधी तीव्र देखता नल्ला तीव्र वेगता के कारण लोगों में परस्पर आत्मीयता न होने का चित्रण किया है. അതായത് ഈ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് നിരന്തരമായിട്ടുള്ള ഗതിശീലത എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലുള്ള നിർമ്മാണം സംബന്ധമായ കാര്യങ്ങൾ കാരണം അല്ലെങ്കിൽ നിർമ്മാണങ്ങൾ കാരണം ലോകമേ ജനങ്ങളിലെ പരസ്പരം തമ്മിൽ ആത്മീയത ന ഹോനേക്ക ചിത്രം കിയ ഹെ. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മബന്ധമില്ലാതെ ആർക്കും പരസ്പരം. ഷഹരോമേ ഹർപ്പൽ നയ ബസ്തിയ നയ നിർമ്മാൺ ബഹുത് തേസി സെ ഹോത്തി രഹത്തി. പട്ടണങ്ങളിൽ പുതിയ വഴികൾ, പുതിയ കെട്ടിടങ്ങൾ, ഇതെല്ലാം വളരെ തേസിസെ വളരെ സ്പീഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായത് കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മീയ ബന്ധമില്ല എന്നാണ് ലേഖകനോട് പറയുന്നത്. ഇനി എന്താണ്? വ്യാഖ്യ കീജിയെ. യഹാ സ്മൃതി കാ ഭരോസ നഹി ഏക് ഹി ദിൻ മേ പുരാനി പട് ജാത്തി ഹെ ദുനിയ. എന്തുകൊണ്ടാണ് ഇവിടെ ഓർമ്മയെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാൻ? ഏക് ഹി ദിൻ മേ ഒരു ദിവസം കൊണ്ട് തന്നെ പുരാനി പട് ജാത്തി ഹെ ദുനിയ എന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലോകം പഴയതായിട്ട് തോന്നിയ ആർക്ക്? കവിക്ക്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. आज दुनिया में इतनी तीव्र गति से बदलाव हो रहा है कि साल भर का बदलाव एक ही दिन में हो जाता है. ഇന്ന് ലോകത്ത് എത്ര വളരെ സ്പീഡിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ട് എങ്ങനത്തെ ചേഞ്ചസ് ആണ്? സാൽ ബർക്ക ഒരു വർഷം കൊണ്ടുണ്ടാവുന്ന ചേഞ്ചസ് ഏക് ഹി ദിൻ മേ ഹോ ജാത്താ ഹെ ഒറ്റ ദിവസം കൊണ്ട് ചേഞ്ചസ് വരുന്നു. യഹാൻ തക്കി സുബഹ് കോ ഗയാ ശാം കോ ലൗട്ട്നെ പർ. എങ്ങനെയാണ്? രാവിലെ പോയാൽ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പന മക്കാൻ സംശനെ പർ അസമർത്ഥ ഹോത്താഹെ. തൻ്റെ കെട്ടിടം കണ്ടുപിടിക്കാൻ തന്നെ അല്ലെങ്കിൽ തൻ്റെ വീട് കണ്ടുപിടിക്കാൻ തന്നെ അസമർത്ഥനാകുന്നു, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഏക് ഹി ദിൻ മേ പുരാനി പട് ഗായി ഹേ ദുനിയ. അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലോകം പഴയതായിട്ട് തോന്നാൻ ലേഖകന് കാരണം. അത്രയ്ക്ക് തിരക്കാണ്. രാവിലെ തൻ്റെ വീട്ടിൽ നിന്നും പോയാൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് വീട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന അത്രയും തിരക്ക് അല്ലെങ്കിൽ അത്രയും വ്യത്യാസം എന്നാണ് ലേഖകൻ ഈ ലൈൻസിലൂടെ പറയുന്നത്. ലാസ്റ്റ് എന്താണ്? സമയ ബഹുത് കം ഹെ തുമാരെ പാസ് ആ ചല പാനി ടഹ ആ രഹ ആകാശ് ഷായദ് പുക്കാറിലെ കൊയ് പച്ചാന ഊപ്പർ സെ ദേക്കർ. സമയം വളരെ കുറവാണ്. ആ ചല പാനി ടഹ എന്നുവെച്ചാൽ എന്താണ്? മഴ വരാൻ പോകുന്നു, ആകാശത്ത് കാർമികങ്ങളിൽ ഇരുണ്ടുകൂടിയിരിക്കുന്നു. ഷായദ് പുക്കാറിലെ ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാലോ? എങ്ങനെ? കൊയ് പച്ചാന തിരിച്ചറിഞ്ഞിട്ട്, ഊപ്പർ സെ ദേക്കർ മുകളിൽ നിന്നും എന്നെ നോക്കി ആരെങ്കിലും തിരിച്ചറിഞ്ഞൊന്ന് വിളിച്ചിരുന്നെങ്കിലോ എന്ന് അദ്ദേഹം ആശിക്കുകയാണ്. कवि का कहना है कि तेजी से बदलती दुनिया और उसी तेजी के साथ आगे चलने वाले मनुष्यों को आपस में बातचीत करने के लिए എന്നാണ്. करने के लिए समय नहीं है. കവി എന്താ പറയുന്നത്? വളരെ സ്പീഡിൽ ചേഞ്ചസ് ഉണ്ടാവുന്ന ഈ ലോകത്ത്, അതുപോലെ തന്നെ അതിനോടൊപ്പം തേസിക്ക് സാത്ത് അതേ സ്പീഡിൽ ആകെ ചലനെ വാലെ മനുഷ്യർക്കോ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച്, നമ്മൾ പറയില്ലേ കാലത്തിനനുസരിച്ച് കോലം കെട്ടണം എന്ന് പറയണ പോലെ, കാലത്തിൻ്റെ ഗതിവേഗത അനുസരിച്ച് മനുഷ്യരും എന്താണ് വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ്? ആപ്പസ്മേ ബാച്ച് കർണേക്കേലിയെ സമയനയെ പരസ്പരം തമ്മിൽ സംസാരിക്കാൻ പോലും സമയമില്ല.
കവി कहता है कि മനുഷ്യോं के पास बहुत समय बहुत कम है. മനുഷ്യർക്ക് സമയം തീരെയില്ല. ആകാശ് മേ കാലെ ബാദൽ ജാത്തെ ഹുയേ ഹെ. ആകാശത്തിൽ എന്താണ്? കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു. വർഷ ഹോനേക്ക് സംഭാവന ഹെ. മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കവി പറഞ്ഞു ഇസിലേ കൊയ് മുझे പഹചാൻ കർ ബുലാ ലിയ. അതുകൊണ്ട് ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിലോ. അവർ കഹേക്ക്. എന്നിട്ട് എന്ത് പറയണം? യഹി കർ വോ ഹേ ജോ തും ഖോജ് രഹാ ഹേ. ഇതാണ് നീ അന്വേഷിക്കുന്ന വീടെന്ന് ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞൊന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലോ എന്ന് അദ്ദേഹം ആശിക്കുകയാണ്. ചെറിയൊരു ചാപ്റ്ററാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.